ഇമാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ റമദാൻ വസ്ത്രശോഭയുമായി നൂർ വസ്ത്ര റമദാൻ സ്പെഷ്യൽ കളക്ഷൻസ്. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുത്തുറ്റ യുവമുഖത്തെ അവതരിപ്പിച്ച് UDF. നഗരസഭാ കൗൺസിലറും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുമായിരുന്ന PN വൈശാഖിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വടക്കാഞ്ചേരിയിലെ പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള വൈശാഖ് തൻ്റെ പ്രവർത്തന മികവിൻ്റെയും സംഘടനാ പാടവത്തിലൂടെയുമാണ് നിയമസഭാ പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. സിവിൽ എഞ്ചിനീയറായ PN വൈശാഖ് KSUവിലൂടെയാണ് പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിൽ CPMന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് കൗൺസിലറായ അദ്ദേഹം നിലവിൽ നഗരസഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറാണ്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി എന്ന നിലയിൽ തമിഴ്നാട്, പുതുച്ചേരി, ലക്ഷദ്വീപ് തുടങ്ങിയ ഇടങ്ങളിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. പരേതനായ PV നാരായണസ്വാമിയുടെയും ബാലയുടെയും മകനായ വൈശാഖ് കുടുംബപരമായ രാഷ്ട്രീയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ്. ഉത്രാളിക്കാവ് പൂരത്തിന്റെ സംഘാടനത്തിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളിലും സജീവമായ അദ്ദേഹം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വൈശാഖ് രാഷ്ട്രീയത്തിനൊപ്പം കൺസ്ട്രക്ഷൻ മേഖലയിലും പ്രവർത്തിക്കുന്നു. സന്ധ്യയാണ് ഭാര്യ. ആദിദേവ്, വാസുദേവ് എന്നിവർ മക്കളും PN വിഘ്നേഷ് സഹോദരനുമാണ്. വടക്കാഞ്ചേരിനെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ സാധാരണ നിലയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പു നൽകാം, സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പോവാറ്. തീർച്ചയായിട്ടും മുതിർന്ന നേതാക്കളുടെ അവരുടെ ഗൈഡൻസിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. മുതിർന്ന നേതാക്കൾ, തലയെടുപ്പുള്ള ഒട്ടനവധി നേതാക്കൾ, എന്നേക്കാൾ അധികം യോഗ്യതയുള്ള ആളുകൾ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. പക്ഷേ പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിത്വം, അതുപോലെ ഈ നാട്ടിലെ ഒരു കൊച്ചു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ഒരുപാട് പേര് ഇതിന് അർഹതയുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ ഇന്നും തേടും, നാളെയും തേടും. ഇനിയുള്ള യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും മുതിർന്ന നേതാക്കളെ കൂടെ നിർത്തി അവരുടെ അഭിപ്രായങ്ങളെടുത്ത് അവർക്ക് പ്രാധാന്യം നൽകി തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുക. വിവാദങ്ങൾ